ഇറച്ചിക്കൂട്ട് ചേർത്ത് ഇറച്ചിക്കറി അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇറച്ചിക്കൂട്ടിന് പകരം നമുക്കൊരു ഇല ചേർത്തും നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാം. സർവ്വസുഗന്ധി എന്നൊരു ഇലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സർവ്വത്തിൻ്റെയും സുഗന്ധം ഉൾക്കൊള്ളുന്നതായതുകൊണ്ടാണ് സർവ്വസുഗന്ധി എന്ന് പേരുള്ളത്. സർവ്വത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ളത് കറുവാപ്പട്ട, അതുപോലെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ജാതിക്ക, ഇതിൻ്റെയൊക്കെയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് സർവ്വസുഗന്ധി ചിക്കൻ കറി എന്ന് വെച്ചാൽ ഇറച്ചിക്കൂട്ടിന് പകരം സർവ്വസുഗന്ധി ചേർത്ത ചിക്കൻ കറി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായി തന്നേക്കാം. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പെരിഞ്ചീരകം ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് ചുവന്നുള്ളി. ഇപ്പം ചെറിയ ഉള്ളിയാണെങ്കിൽ അതങ്ങനെ തന്നെ ഇടാം, വലുതാണെങ്കിൽ അത് നടുക്കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. ഇതിനോടൊപ്പം നമുക്ക് വറ്റൽമുളക് 2-3 ഒന്ന് പൊട്ടിച്ചിടാം. അതിൻ്റെ അരിയോടുകൂടി ഇടണം, എങ്കിലേ എരി കാണത്തുള്ളൂ. അല്പം ഉപ്പിടാം. ഈ ചുവന്നുള്ളി ഇപ്പം പകുതി മുക്കാൽ റോസ്റ്റായിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇനിയും സർവ്വസുഗന്ധിയുടെ ഇല ഇടാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇലയിടാം. ഇതാണ് ഇല. അപ്പോൾ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തിടാം. ഞാൻ 1 കിലോ ചിക്കനുള്ള മെഷർമെൻറ്റ് നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ ഇതൊന്ന് വഴലട്ടെ. ആദ്യമേ ഇല ഇടരുത്, ഇല ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വറുത്ത് പോവും, പിന്നെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴലട്ടെ. ഒരു 2 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം. ഞാൻ ഈ ചിക്കനകത്ത് അല്പം ഉപ്പ്, കുരുമുളക്, കറിവേപ്പില, മഞ്ഞൾ, ഇത്രയും സാധനം ഒന്ന് ചേർത്ത് വെച്ചിരുന്നതാണ് കുറച്ച് നേരം. അതൊരു 1 സ്പൂൺ തൈരിനകത്ത് ചേർത്താണ് ഞാൻ വെച്ചിരുന്നത്. അതൊരു മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇതിനകത്ത് ഉപ്പും എരിയും ഒക്കെ നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ. കറിവേപ്പില നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്തിരുന്നതാണ്, എങ്കിലും അല്പം കൂടെ കറിവേപ്പില നമുക്കൊന്ന് ചേർക്കാം. കറിവേപ്പില നല്ല ഫ്ലേവറല്ലേ, ഗുണമുള്ളതാണ്. ഇത് എയർ പോകാത്ത ഒരടപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് തീയും വളരെ കുറച്ച് വയ്ക്കുക. ചിക്കനകത്തെ വെള്ളം മുഴുവൻ പുറത്തിറങ്ങണം. ആ സമയത്തേക്ക് ചിക്കൻ വേകുകയും ചെയ്യും. ഇടയ്ക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ആവി വെള്ളം അതിനകത്തോട്ട് തന്നെ തിരിച്ചൊഴിക്കാം, കാരണം നമുക്കതിൻ്റെ ചാറ് വേണമല്ലോ. ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്ക്. കണ്ടോ, വെള്ളം മുഴുവൻ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ശകലം പോലും വെള്ളം ഒഴിച്ച് കൊടുത്തില്ലായിരുന്നു. അങ്ങനൊരു 2 പ്രാവശ്യം ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല ചേർക്കാം. മുളക് പൊടി സ്പൈസ് തന്നിരിക്കുന്ന അളവിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല ഇതിന്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം. ഇപ്പോഴും നമ്മൾ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, തീയൊന്നും കൂട്ടണ്ട. ഈ സർവ്വസുഗന്ധിക്ക് ഓൾ സ്പൈസ് ലീഫ് എന്നാണ് പറയുന്നത്. പിന്നെ വേറെന്തോ പേരുകളൊക്കെ ഉണ്ട്, ജമൈക്കൻ പെപ്പറോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഓൾ സ്പൈസ് ലീഫ് എന്ന് പറഞ്ഞാൽ അതാണ് സർവ്വസുഗന്ധി. മസാല ഒന്ന് വഴന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. ഇപ്പോഴും തീ ചെറുതിൽ തന്നെ ഇട്ടാൽ മതി. തിളച്ചാൽ ആ കഷ്ണവും ചാറും എല്ലാം കൂടെ നല്ലപോലെ വെന്ത് ചേരും. അപ്പോൾ അതങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കതിന് കടുക് വറുക്കാം. പാൻ ചൂടാകും, വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ കടുകിടാം. കടുക് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ഇടാം. മൂത്ത് വരുമ്പോഴത്തേന് കറിവേപ്പില ഇടാം. സർവ്വസുഗന്ധിയുടെ ഇലയും കൂടെ ഒരില ഒരു 2-3 ചെറിയ പീസും കൂടി ഇട്ട് കൊടുത്താൽ മതി. റോസ്റ്റ് ആയിക്കോട്ടെ. ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വസുഗന്ധി ചിക്കൻ കറി റെഡിയായി. കടുക് വറുത്തും കൂടി ഇടുക. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, ബ്രെഡ്, എന്തിൻ്റെ കൂടെ ഇഷ്ടം, അപ്പം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. കപ്പ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.